ബാങ്കില് ശ്രീചിത്ര സെന്റർ, മീറ്റ് പ്രോഡക്ട്സ്, അഗ്രി ഇൻഡസ്ട്രീസ്, ഈ 4 സ്ഥാപനം കഴിഞ്ഞ് 4ാമത്തെ സ്ഥാപനമാണ് ബാങ്ക്. ഈ ബാങ്കിൽ വരുമ്പോഴത്തേക്ക് ഞാനൊരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നില്ല. ഒരു കാർട്ടൂൺ വരയ്ക്കുന്നതിനെ കുറിച്ച് എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. ബാങ്കിൽ 82-ന് ഞാൻ ജോയിൻ ചെയ്തു. അതിന് പുറകിലോട്ട് പോയാൽ കൊച്ചിൽ ചെറുപ്പത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സ്കൂൾ ഓഫ് ആർട്സ്, അന്ന് സ്കൂൾ ഓഫ് ആർട്സ് ആണ്, അതാണ് ഫൈനാൻസ് കോളേജായിട്ട് മാറിയത്. അവിടെ പഠിക്കണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. ചിത്രം വരയ്ക്കുമായിരുന്നു. പുള്ളി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വലിയ ക്യാൻവാസിലാണ് തുടങ്ങിയത്. അതായത് ജഗതി എൻ കെ ആചാര്യയുടെ നാടകങ്ങളുടെ സെറ്റിങ്സ് വീടിന്റെ മുന്നിൽ വരയ്ക്കുമ്പോൾ അതിൽ പങ്കാളിയായിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ ശരിക്കും ചിത്രകല പഠിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടി ഒരു കലാകാരനായി എന്റെ ഫാദറിനോട് പറഞ്ഞപ്പോഴത്തേക്ക് പഠിക്കാൻ കുറച്ച് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് പഠിത്തം തുറന്നാൽ സൈഡായിട്ട് പഠിക്കാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് പഠിത്തം തുറന്നു.
സതീഷ്കുമാറെ, എൻ്റെ കയ്യിലിരിക്കുന്നത് മലയാളത്തിൻ്റെ മികച്ച കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളായ പ്രിയപ്പെട്ട എ സതീഷ് കുമാർ വരച്ച ഒരു കാരിക്കേച്ചറാണ്. ഭൂമിയിലിരുന്ന് ബഹിരാകാശത്തെ സ്വപ്നം കാണുന്ന ഒരു കൂട്ടുകാരിയുടെ സ്വപ്നങ്ങളെ ചേർത്ത് പിടിച്ച ഒരു വരയാണ് ഈ സൃഷ്ടി. തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി അഹാന സുനിൽ അഹാന സ്വപ്നം കാണുന്നത് ബഹിരാകാശത്തെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ബഹിരാകാശത്ത് രാജ്യത്തിൻ്റെ ചരിത്രം കുറിക്കുന്നവരുടെ പട്ടികയിൽ എൻ്റെ പേരും തീർച്ചയായും ഉണ്ടാകും എന്ന് ഈ ചെറുപ്രായത്തിൽ ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ അഹാന മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു. അഹാനയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ് മക്കളെ. എൻ്റെ പേര് അഹാന സുനിലേഷ്. ഞാൻ കോട്ടയത്തിൽ നിന്നാണ് വരുന്നത്. എനിക്ക് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഇതിൽ കിട്ടണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇന്ന് എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പടങ്ങളൊക്കെ പ്രദർശിപ്പിച്ചായിരുന്നു. ഇനി ഇതുപോലത്തെ എക്സിബിഷൻസ് വേണമെന്നാണ് ആഗ്രഹം. അതുമല്ല ഇന്ന് നമ്മളെ കാരിക്കേച്ചർ വരച്ചിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ പേര് അശ്വിൻ. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വിശ്വഭാരതി പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് ചിത്രം വരയ്ക്കാൻ നല്ല താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ ഗുരുനാഥനും മാതാപിതാക്കളുമാണ് എന്നെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നത്. ഇന്നിവിടെ സുഗതകുമാരി സ്മൃതിയിലായിട്ട് ചിത്രകലാവേദി നമുക്ക് വിദ്യാർത്ഥികൾക്കായി ഇവിടെ ഒരു ചിത്ര പ്രദർശനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികളുടെ കഴിവറിഞ്ഞ് അവർ നമുക്ക് നല്ല പ്രോത്സാഹനമാണ് നൽകുന്നത്. എൻ്റെ ഈ കാരിക്കേച്ചർ വരച്ചത് കേരള കാർട്ടൂണിസ്റ്റ് അക്കാദമിയുടെ സെക്രട്ടറിയാണ് എ സതീഷ് സാറാണ്. സതീഷ് സാറ് ഇങ്ങനെ എൻ്റെ മനോഹരമായ ചിത്രം വരച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സാറിന് വളരെയധികം നന്ദി. പിന്നെ നമുക്ക് ഈ വേദി ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സിലെ സുഗത സ്മൃതി തണലിടത്തിലാണ്. ഭൂമിയിൽ പിറന്നു വീണ ഓരോ മരത്തിനു വേണ്ടിയും സ്വന്തം ജീവിതത്തിലെ കണ്ണുനീരും എഴുത്തും നന്നായി മാറ്റിവെച്ച പ്രിയങ്കരിയായ സുഗതകുമാരിയുടെ ഓർമ്മയിടം. ചിത്രകലാവേദി എന്ന നെയ്യാറ്റിൻകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചിത്രകലാകാരന്മാരുടെ ഒരുമയാർന്ന പെരുമയാർന്ന സൗഹൃദം 2 ദിവസത്തെ ചിത്ര പ്രദർശനം വാക്കും വരെയും നന്നായി പൂക്കുന്ന ഈ ഇടത്തിൽ ഇന്ന് ആരംഭിച്ചു. അതിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയ ഒരു വസ്തുത, മലയാളത്തിൻ്റെ പ്രിയങ്കരനായ സതീഷ് കുമാർ എന്ന കാർട്ടൂണിസ്റ്റ് കൃത്യമായ ആശയങ്ങളെ നന്നായി മുനചീന്തി യാഥാർത്ഥ്യബോധത്തോടുകൂടി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ കലാകാരൻ ഞങ്ങളോടൊപ്പം ചിത്രകലാവേദിയുടെ ഇന്നത്തെ ഈ പകലിൽ കൂട്ടുകാർക്ക് നല്ല സ്നേഹത്തിൻ്റെ നല്ല വാക്കുകൾ പകർന്ന് കൂടെയുണ്ട് എന്നുള്ളതാണ്. പലരുടെയും കാരിക്കേച്ചർ അദ്ദേഹം വരച്ച് സമ്മാനിച്ചു. ഞങ്ങളോടൊപ്പമുള്ള 2 കൂട്ടുകാർ അവരിങ്ങനെ അവർക്ക് കിട്ടിയ ഈ സമ്മാനങ്ങൾ നമുക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നിൽക്കുക. പ്രിയപ്പെട്ട അശ്വന്തും പ്രിയപ്പെട്ട അഹാനും അവരുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാണ് സതീഷ് സാറ് അവരുടെ കാരിക്കേച്ചർ വരച്ചത്. സാർ നമസ്കാരം. എന്തു പറയാനും സാർ, ഞങ്ങളുടെ ഈ കൂട്ടുകാരുടെ ഈ സാന്നിധ്യം, ചിത്രകലാവേദിയുടെ ഇത്തരത്തിലുള്ള സംരംഭങ്ങളെക്കുറിച്ച്, ഈ സുഗത സ്മൃതി തണലിടത്തെക്കുറിച്ച്, ഈ മണ്ണിനെക്കുറിച്ച്, ഇന്നത്തെ ഈ പകലിനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നു സാർ. ആദ്യമായി ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പ്രകൃതിയെയും അതുപോലെ തന്നെ അതിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്നേഹപൂർവ്വം പരിലളിച്ചിരുന്ന ഒരാളാണ് സുഗതകുമാരി ടീച്ചർ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ സുഗതകുമാരി ടീച്ചർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സുഗതകുമാരി ടീച്ചറിൻ്റെ ഒരു പ്രതിമയാണെങ്കിൽ കൂടെയും അതിനൊരു ജീവനുള്ള ഒരു പ്രതിമയാണ്. അതിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ഈ 50ഓളം കുട്ടികളുടെ കുരുന്നുകളുടെ അവർ വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക വഴി അവരെ പ്രോത്സാഹിപ്പിക്കുക വഴി നല്ലൊരു കാര്യമാണ് ചിത്രകലാവേദി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അമരത്ത് നിന്ന് പ്രവർത്തിക്കുന്ന വിജയകുമാർ, ഗിരീഷ്
പരുത്തിമഠം, അതുപോലെ തന്നെ ഹരിദാസ്, ചാരുത, ഹരികുമാർ, ഇവരെല്ലാം തന്നെ പ്രശംസ അറിയിക്കും. കാരണം വളർന്നു വരുന്ന കുരുന്നുകൾക്ക് അവർ നേരായ രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ന് പലരും ലഹരിക്ക് അടിമപ്പെട്ട് ഈ സമൂഹത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഇതുപോലുള്ള സംരംഭങ്ങൾ, ഇതുപോലുള്ള ചിത്രകലാ ക്യാമ്പുകൾ, ഇതുപോലെയുള്ള ചിത്രരചന പഠന ക്ലാസ്സുകൾ കുട്ടികളുടെ സർഗാത്മകത വളർത്തുന്നതിന് ഉപകരിക്കുകയും അവരെ നല്ല വഴിക്ക് തിരിക്കുന്നതിനും ഇത് സഹായകമാകും. എന്തായാലും നിങ്ങളുടെ ഈ ഒത്തൊരുമയിൽ ഒത്തുചേരാനും അതുപോലെ തന്നെ പുതിയ സൗഹൃദങ്ങൾ നേടാനും സാധിച്ചതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്. കുറേ കാരിക്കേച്ചർ വരയ്ക്കാൻ പറ്റി, എല്ലാവർക്കും സന്തോഷമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങൾ ചിത്രകലാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചിത്രകലാവേദി സ്കൂൾ കുട്ടികളുടെ മത്സരങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ നമുക്ക് ആ കുട്ടികൾക്ക് ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണം, സമൂഹത്തിൽ പ്രദർശിപ്പിക്കണം, കുട്ടികളുടെ വരയും വർണ്ണങ്ങളും നാട്ടുകാർ കാണണം, അവർക്കൊരു പ്രചോദനമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു എക്സിബിഷൻ്റെ ആറ്റിങ്ങരയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ കുറേ കുട്ടികൾ നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടികളുണ്ട്. എല്ലാവരും നല്ല ചിത്രകാരന്മാരാണ്. അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് വീണ്ടും തുടർന്നും ഇതിന് പ്രചോദനം നൽകിക്കൊണ്ട് എക്സിബിഷനുകൾ കൂടുതൽ ചിത്രങ്ങൾ വരച്ച് എക്സിബിറ്റ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾ കൊടുക്കും. അവരെ നല്ല ചിത്രകാരന്മാരും ചിത്രകാരികളുമാറ്റി വളർത്തിയെടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ് എന്ന് പറയുകയാണ്. ഈ അവസരത്തിൽ ഇതിൽ പങ്കെടുത്ത സതീഷ് സാർ വന്ന് മിക്കവരുടെയും കാരിക്കേച്ചർ വരച്ച് നൽകി. സാറിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഒരു ഊർജ്ജം നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്നേഹപൂർവ്വം വിളിക്കുന്ന GP ഗിരീഷ് പരുത്തിമഠം നമുക്ക് നൽകുന്ന ആ ഒരു എനർജി വളരെ വലുതാണ്. എല്ലാവർക്കും അതിൽ പങ്കെടുത്തവർക്കെല്ലാം നന്ദി അറിയിക്കുകയാണ്. അതെ, അതുപോലെ തന്നെ അജയൻ അരിയപ്പുറം, ഹരിചാരുത. വ്യത്യസ്തതയാർന്ന പദ്ധതികളിലൂടെ ചിത്രകലാവേദി കൂടുതൽ സമൂഹത്തിനും പുതിയ തലമുറയ്ക്കും ഒരുപോലെ ഗുണകരമായ പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കട്ടെ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും ചിത്രകലാവേദിക്ക് പുറമെ ആശംസിക്കുന്നു.